ഇന്ന് പറയേണ്ടത് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് ആ തിരച്ചിൽ വേഗം നടന്നില്ല എന്നുള്ളതാണ് മറുപടി നൽകേണ്ടത്. എന്തുകൊണ്ട് ആ പഴകിയ കെട്ടിടത്തിൽ ഇപ്പോഴും അവിടെ രോഗികൾ അവിടെ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ ശുചിമുറികൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഉപയോഗിച്ചിരുന്ന ശുചിമുറികളാണ്. ആ 3 നിലയിലെ ശുചിമുറി ഉപയോഗിച്ചിരുന്നതാണ്. 14-ാം നിലയിലെ ഏറ്റവും മുകളിലത്തെ നിലയിലെ മാത്രം, ബാക്കി 2 അടച്ചു പൂട്ടിക്കിടക്കുന്ന, എന്തായാലും ആ കൂട്ടിരിപ്പുകാർ പറയുന്നത് പൂട്ടിക്കിടക്കുന്ന ഒരു ശുചിമുറി ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയും. ഏതോ ഒരു ശുചിമുറി ഒന്നൊറ്റ പൂട്ടിയിട്ടുണ്ടാകാം, അറിയില്ല. ആ പഴകിയ ദ്രവിച്ച വീഴാറായ ശുചിമുറിയാണ് അവിടെ കൂട്ടിരിപ്പുകാർ ഉപയോഗിച്ചിരുന്നത്. അവർ തന്നെ പറയുകയാണ് ഇന്ന് രാവിലെ പോലെ ഉപയോഗിച്ചിരുന്നു എന്ന് ഭയത്തോടെ പറയുന്ന പ്രതികരണം നമ്മുടെ മുന്നിലുണ്ടെന്നേ. ഈ ആശുപത്രി കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗമൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടല്ലോ. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാം. ആ ഇടിഞ്ഞു വീഴുന്ന കെട്ടിടത്തിൽ എത്ര രോഗികളാണ് 3 വാർഡുകളായി കഴിഞ്ഞിരുന്നത്. അവരെ ഒന്നടങ്കം മാറ്റുകയാണ് പുതിയ കെട്ടിടത്തിൽ. അപ്പോൾ മാറ്റാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മാറ്റാതിരുന്നത്? അതൊരു വലിയ ഉദ്ഘാടന പരിപാടിയാക്കി ഒരുപക്ഷെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാറ്റാനാണോ ഉദ്ദേശിച്ചതെന്ന് സംശയം തോന്നുക സ്വാഭാവികമാണ്. അങ്ങനെയല്ലായിരിക്കാം. പക്ഷെ അങ്ങനെ സംശയം തോന്നാമല്ലോ. എന്തുകൊണ്ട് മാറ്റുന്നില്ലേ? ഇത് അവിടെ തുടരാൻ പറ്റാത്ത കെട്ടിടമാണെന്നേ. അവിടെ നിന്നാണ് രോഗികളെ മാറ്റുന്നത്.